ഈ മുനമ്പം കമ്മീഷന്റെ കാര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. സർക്കാരിനോട് തിരിച്ചടിയാണോ തീരുമാനം? അല്ല, കോടതി വിധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പഠിച്ചതിന് ശേഷമാണ് അതിലുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്തി പറയാൻ സാധിക്കുള്ളൂ. മുനമ്പം പ്രശ്നത്തിൽ ഗവൺമെൻറ് എടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത ഒരു നയപരമായ നിലപാടുണ്ട്. അത് അവിടുത്തെ കൈവശക്കാർക്ക് അനുകൂലമാണ്. മുനമ്പത്ത് കൈവശം വെച്ച് താമസിച്ചു വരുന്ന കുടുംബങ്ങളുടെ സംരക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് എന്നാണ് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു നിലപാടെടുത്ത് എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാൻ കഴിയുള്ളൂ. അല്ല, അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. സർക്കാരും കൂടി മുൻകൈ എടുത്തത് കൊണ്ടാണ് ഈ സ്റ്റേജിലേക്ക് എത്തിയത്. അതിൽ മുനമ്പത്തെ കൈവശക്കാരുടെ പക്ഷത്താണ് സർക്കാർ. ആ നിലപാട് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് സമ്മതമില്ല. അതെന്താണെന്നുള്ളത് പരിശോധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ആ കാര്യത്തെക്കുറിച്ച് പരിശോധിച്ച് തുടർ നിലപാടെന്ത് എന്നുള്ളത് സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ പ്രശ്നം എന്താണെന്ന് പഠിക്കും. അതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയം എങ്ങനെ കളിച്ച് ഭിന്നിപ്പേണ്ട ഒരു സ്വരം ഉണ്ടാക്കുകയല്ല വേണ്ടത്. അവിടെ കൈവശക്കാരായ കൃഷിക്കാരുടെ താല്പര്യങ്ങൾ പരീക്ഷിക്കണം, കൈവശ കുടുംബങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. അതിന് സഹായകരമായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്നത്. അപ്പോൾ അത് ആ നിലപാട് തന്നെയാണ് തുടരാൻ സാധ്യതയുള്ളത്. കോടതി വിധിയുടെ എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി കോടതി വിധിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. കോടതി വിധി എന്താണെന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കും. ഈ വഖഫ് സംരക്ഷണ സമിതിയൊക്കെ പറയുന്നത് ഇപ്പം ഈ ട്രിബ്യൂണലിലുള്ള സാഹചര്യത്തിൽ ഈ കമ്മീഷൻ വെച്ചത് ആ പ്രശ്നത്തെ നീട്ടിക്കൊണ്ടു പോകാനായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം അവർ പ്രശ്നത്തിന് തർക്കമില്ലാതെ പരിഹാരമാണ്. അതാണ് ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് വളരെ സതുദ്ദേശപരമായിട്ടാണ് ഈ കാര്യത്തിൽ നിലപാടെടുത്തത്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പല രീതിയിൽ അതിനെ ആളുകൾക്ക് വ്യാഖ്യാനിക്കാം. കുറേ ചില സ്വകാര്യ താല്പര്യത്തിലുള്ള ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഗവൺമെൻറ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്.